അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാനവാസ്, പുളിക്കൽ കൊടികുത്തിപ്പുറം എന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്. ഇന്നിപ്പോൾ സമുദായങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒന്നാണ് ഈ കല്യാണത്തിന് അല്ലെങ്കിൽ നിക്കാഹിന് മുമ്പ് ഈ കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ ഈ മിഠായികളും അല്ലെങ്കിൽ പൂക്കളായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്നത്തെ കാലങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലോ. അതിൻ്റെ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്താണ് അതിന് ഉള്ളത്? ഒരു വിവാഹം എങ്ങനെയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ തരത്തിൽ ലളിതമായും സന്തോഷകരവുമായാണ് ഒരു വിവാഹം നടത്തേണ്ടത്. നാട്ടിൽ അതിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന മാമൂലുകൾ, അത്തരം മാമൂലുകളെയും സാമ്പ്രദായിക സമ്പ്രദായങ്ങളെയും എതിർക്കുകയും യഥാർത്ഥ ഇസ്ലാമിക രൂപം ഈ സമൂഹത്തിൽ പഠിപ്പിക്കുകയുമാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്തത്. ഇത് പുതിയൊരാചാരമുണ്ടായി, അത് ധൂർത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി സമൂഹത്തിൽ മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഇന്നിപ്പോൾ ഒരു 2000 രൂപയുടെ 5000 രൂപയുടെ ഒന്ന് മിഠായി എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ലക്ഷങ്ങളുടെ മിഠായികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ആചാരങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബിസ്മി എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുത്തിയത് തന്നെ ഈ വിവാഹരംഗത്തെ അനാചാരങ്ങളും വിവാഹരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധൂർത്തുകളും ആഡംബരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം അക്കാലത്തെ ISMൻ്റെയൊക്കെ യുവജനങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ്. ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ നടക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടായി നിൽക്കുന്നതിന് പകരം ഇത് മതപരമായി ശരിയല്ല, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദീന് വളരെ ലളിതമാണ്, അതിൻ്റെ ഭാഗമല്ല ഇത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതൊരു വലിയ സാമൂഹ്യ ദുരാചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ആളുകൾക്ക് പ്രയാസകരമായ രൂപത്തിൽ. കാരണം ഇത് പണമുള്ള ആളുകൾ ചെയ്യുന്നു, അപ്പം പാവപ്പെട്ടവനും ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ പേരിൽ പിന്നീട് നടക്കുന്ന അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന അതിനേക്കാൾ വലിയ ഒരു ദുരന്തം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരം ജീർണതകളെ, സാമൂഹ്യ ദുരാചാരങ്ങളെ എതിർക്കുക എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ നമ്മൾ മുന്നിലുണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.